കേരളം കണ്ട ഏറ്റവും വിപ്ലവകരമായ നിയമങ്ങളിലൊന്നായിരുന്നു 1963 ഭൂപരിഷ്കരണ നിയമം. പണിയെടുക്കുന്നവന് ഭൂമി, കഴിക്കുന്നവന് ഭൂമി എന്ന രീതിയിൽ ഈ നാട്ടിലെ ഭൂമി ജന്മികളുടെ കൈകളിൽ നിന്ന് കൃഷി ചെയ്യുന്നവൻ്റെ കൈകളിലേക്ക്, പാട്ടക്കാരുടെ കൈകളിലേക്ക്, കുടിയാന്മാരുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും വിപ്ലവകരവും നീതിയുക്തവുമായ ഒരു നിയമം എന്ന് പറയാം. ഇന്ന് കാലം 2026. 1963 ജീവിത സാഹചര്യങ്ങളാണോ, സാമൂഹിക സാഹചര്യങ്ങളാണോ, കാർഷിക സാഹചര്യങ്ങളാണോ ഇന്ന് നിലനിൽക്കുന്നത്? കേരളം ഇപ്പോൾ കൃഷിയെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ നോക്കുമ്പോൾ 1963 ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത് ഇന്ന് കാലഹരണപ്പെട്ടതെന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് മാറ്റം അനിവാര്യമായ ഒരു നിയമം എന്ന് പറയേണ്ടി വരും. ലാൻഡ് സീലിംഗ്, അതായത് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന കൃഷിഭൂമിയുടെ അളവ്, മൊത്തം ഭൂമിയുടെ അളവ് ആ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഇന്ന് പക്ഷേ ഭൂമി കയ്യിലുണ്ടെങ്കിലും കൃഷി ചെയ്യാത്തവരുടെ എണ്ണം കൂടി വരുന്നു. കാരണമുണ്ട്. വലിയ കൃഷിക്കാർക്ക് തോട്ടവിളകളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചില കൃഷികൾ മാത്രമാണ്. ആ കൃഷിയെല്ലാം മറ്റൊരു കൃഷിയാണ് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്ലാന്റേഷനുകൾ ചെയ്യുവാൻ പറ്റില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ കേരളം പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഈ ലാൻഡ് നിയമങ്ങളിൽ, ഭൂപരിഷ്കരണ നിയമത്തിൽ സമൂലമായ മാറ്റത്തിന് അനിവാര്യമായിരിക്കുന്നു. പ്ലാന്റേഷൻ ക്രോപ്പുകൾ ഏത് എന്ന് പുനർനിർണ്ണയിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. റബ്ബർ നഷ്ടമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, ചിലപ്പോഴെങ്കിലും കാപ്പി കൃഷി നഷ്ടമെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ കാപ്പിയും റബ്ബറും ഇലവുമൊക്കെ മാത്രം വെച്ചാൽ മതിയോ? പോരാ. ഇവിടുത്തെ ചില പഴവർഗ്ഗങ്ങൾ, വൃക്ഷങ്ങളായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ഇതിൻ്റെ അകത്ത് ചേരണ്ടേ? മറ്റ് ചില കൃഷികൾ പ്ലാന്റേഷനിലേക്ക് കയറണ്ടേ? എങ്കിൽ മാത്രമേ തോട്ടവിളകളെ കേരളത്തിൻ്റെ കാർഷിക രംഗത്തെ മാറ്റുവാനാവൂ. അതോടൊപ്പം തന്നെ അഗ്രി ടൂറിസത്തിന് നമുക്കറിയാം, ഇന്ന് ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് അതിൻ്റെ വളരെ കുറഞ്ഞ തോതിൽ ആ ഭൂമിയുടെ മാറ്റി വെക്കുവാനായിട്ട് അവകാശമുണ്ട്. അത് മാത്രം മതിയോ? അഗ്രി ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാവിയെ പ്രക്ഷോഭമാക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ പ്രക്ഷോഭിക്കണമെന്നുണ്ടെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ കാലോചിതമായിട്ട് അഗ്രി ടൂറിസത്തിനും അതോടൊപ്പം തന്നെ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വ്യവസായ സംരംഭങ്ങൾക്കും ഇളവുകൾ അനുവദിക്കേണ്ടതുണ്ട്. അതിനും ഭൂപരിഷ്കരണ നിയമത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. മൂന്നാമതായിട്ട് വരേണ്ട ഒരു കാര്യം, ഭൂപരിഷ്കരണ നിയമം മൂലം കാർഷിക ഭൂമി സ്വന്തമാക്കിയവർ ഇന്ന് അതിനെ വെറുതെ ഇട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്ന ഭൂമി കൊണ്ട് കേരളത്തിന് എന്താണ് പ്രയോജനം? ഒന്നുമില്ല. ഇപ്പം പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്വകാര്യ വനങ്ങളായി അവ മാറിയില്ലെങ്കിലേ അതിശയിക്കുവാനായിട്ടുള്ളൂ. അപ്പോൾ അവിടെയും കൃഷി ചെയ്യുവാനായിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം. പാട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്ക് അത് കൊടുക്കണം. അതുപോലെ കോൺട്രാക്റ്റ് ഫാമിങ്, തരിശ് ചിതറിയെടുക്കപ്പെട്ട കാർഷിക വിളകളിൽ കോൺട്രാക്റ്റ് ഫാമിങ് കേരളത്തിൽ അത്ര പ്രായോഗികമല്ല. കോൺട്രാക്റ്റ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഒരു നിയമം പ്രത്യേകമായിട്ട് ഭൂമിയുടെ വിനിയോഗത്തിന് വേണ്ടിയിട്ട് ഉണ്ടാകേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. മറ്റൊന്ന് ചിന്തിക്കേണ്ടത്, കേരളത്തിൽ കാർഷിക വൃത്തിയുമായിട്ടും ഭൂമിയുടെ വിനിയോഗവുമായിട്ടും ബന്ധപ്പെട്ട ലാൻഡ് യൂട്ടിലൈസേഷന്, ഭൂപരിഷ്കരണ നിയമങ്ങൾ, തണ്ണീർത്തട നെൽവറ സംരക്ഷണ നിയമം, അങ്ങനെ തുടങ്ങി ധാരാളം നിയമങ്ങളുണ്ട്. എന്തിനാണ് ഇത്ര കൺഫ്യൂഷൻ? ഒരു യൂണിഫൈഡ് ലാൻഡ് കോഡ് കേരളത്തിനുണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തെ എന്നും എക്കാലവും സമൃദ്ധിയിലേക്ക് നയിച്ചത് ഇവിടുത്തെ കാർഷിക വൃത്തിയും കേരളത്തിൻ്റെ നാണ്യവിളകളുമായിരുന്നു. ആ നാണ്യവിളകളിൽ നിന്നും കാർഷിക വൃത്തിയിൽ നിന്നും കേരളം പിന്നോട്ട് പോയപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും പിന്നോട്ട് പോയി. നാളുകളിൽ വലിയ വലിയ കമ്പനികൾ ഇവിടെ വരുവാനായിട്ട്, അല്ലെങ്കിൽ വ്യവസായ സംരംഭങ്ങൾ വരുവാനായിട്ട് കേരളത്തിൻ്റെ ഈ ജനസാന്ദ്രത ഒരുപക്ഷെ അനുകൂലമായി എന്ന് വരില്ല. പക്ഷേ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി, കേരളത്തിൻ്റെ കാർഷിക വൃത്തി, ഇതിനെ ഫലപ്രദമായിട്ട് നിയമപരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പുരോഗതിയിലേക്ക് നയിക്കുവാനായിട്ട്, മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. പുതിയ സർക്കാരെ ഞങ്ങൾ പ്രതീക്ഷയിലാണ്. നിങ്ങളുടെ കണ്ണുകൾ ഈ മേഖലയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു.